വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 18 മുതൽ 25 വരെയുള്ള വാക്യങ്ങൾ. യേശുക്രിസ്തുവിൻ്റെ ജനനം ഇപ്രകാരമായിരുന്നു. അവൻ്റെ മാതാവായ മറിയവും ജോസഫും തമ്മിലുള്ള വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കെ അവർ സഹവസിക്കുന്നതിന് മുമ്പ് അവൾ പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായി കാണപ്പെട്ടു. അവളുടെ ഭർത്താവായ ജോസഫ് നീതിമാനാകയാലും അവളെ അപമാനിതയാക്കാൻ ഇഷ്ടപ്പെടായ്കയാലും അവളെ രഹസ്യമായി ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു. അവൻ ഇതേക്കുറിച്ച് ആലോചിച്ചു കൊണ്ടിരിക്കെ കർത്താവിൻ്റെ ദൂതൻ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് അവനോട് പറഞ്ഞു, ദാവീദിൻ്റെ പുത്രനായ ജോസഫ്, മറിയത്തെ ഭാര്യയായി സ്വീകരിക്കാൻ ശങ്കിക്കേണ്ട. അവൾ ഗർഭം ധരിച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവിൽ നിന്നാണ്. അവൾ ഒരു പുത്രനെ പ്രസവിക്കും. നീ അവന് യേശു എന്ന് പേരിടണം. എന്തെന്നാൽ അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കും. കന്യക ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും. ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള എമ്മാനുവേൽ എന്ന് അവൻ വിളിക്കപ്പെടും എന്ന് കർത്താവ് പ്രവാചകൻ മുഖേന അരുളി ചെയ്തത് പൂർത്തിയാകാൻ വേണ്ടിയാണിതെല്ലാം. ജോസഫ് നിദ്രയിൽ നിന്ന് ഉണർന്ന് കർത്താവിൻ്റെ ദൂതൻ കൽപ്പിച്ചതുപോലെ പ്രവർത്തിച്ചു. അവൻ തൻ്റെ ഭാര്യയെ സ്വീകരിച്ചു. പുത്രനെ പ്രസവിക്കുന്നതുവരെ അവളെ അവൻ അറിഞ്ഞില്ല. അവൻ ശിശുവിന് യേശു എന്ന് പേരിട്ടു. ബൈബിൾ ഞായർ കൂടിയായ ഇന്ന് വിശുദ്ധ ജോസഫിനുണ്ടായ ദർശനമാണ് നമ്മുടെ ധ്യാന വിഷയം. വിശുദ്ധ ജോസഫ് ഒരു ധർമ്മ സങ്കടത്തിൽ ആവുകയാണ്. താൻ വിവാഹ നിശ്ചയം ചെയ്തിരുന്ന കന്യക വിവാഹത്തിന് മുമ്പ് ഗർഭിണിയായി കാണപ്പെടുന്നു. ജോസഫിനെ സംബന്ധിച്ച് നീതിമാൻ എന്നാണ് വചനം സാക്ഷിക്കുന്നത്. ജോസഫ് നീതിമാനാകയാൽ ഈ സാഹചര്യത്തിൽ വളരെ ധർമ്മ സങ്കടം അനുഭവിക്കുന്നു. മറിയത്തെ നിയമപ്രകാരം കല്ലെറിഞ്ഞു കൊല്ലട്ടെ എന്ന് വിട്ടുകൊടുക്കുവാൻ ജോസഫിന് മനസ്സ് വരുന്നില്ല. അതേസമയം സമൂഹമധ്യത്തിൽ പൊതുവിൽ വച്ച് അവളെ സ്വീകരിക്കുവാനും സാധിക്കുകയില്ല. അപ്പോൾ നീതിമാനാകയാൽ മനസ്സാക്ഷി ഉണർന്ന് പ്രവർത്തിക്കുന്നു. മനസ്സാക്ഷി സങ്കടത്തിലാകുന്നു. എന്താ ചെയ്യേണ്ടത് എന്ന് അറിയാത്ത, ദൈവഹിതം എന്താണ് എന്ന് അറിയാത്ത ഒരു അവസ്ഥ. അപ്പോൾ ഉണർന്നിരിക്കുന്ന ഒരു മനസ്സാക്ഷി നീതിമാൻ്റെ ഒരു ലക്ഷണമാണ്. അതുകൊണ്ട് സാധാരണ നിയമമനുസരിച്ച് പ്രവർത്തിക്കുവാൻ ആ മനസ്സാക്ഷിക്ക് കഴിയുകയില്ല. വിശുദ്ധ ജോസഫ് നീതിമാനായതുകൊണ്ട് തന്നെ തീർച്ചയായും ധാരാളം പ്രാർത്ഥിച്ചും വിചിന്തനം നടത്തിയും കാര്യഗൗരവത്തോടെ ചിന്തിച്ചും ഒക്കെ ഒരു തീരുമാനത്തിലെത്തുകയാണ്. ഒരു ചിന്തയിലേക്ക് വരികയാണ്, മറിയത്തെ രഹസ്യമായി ഉപേക്ഷിക്കാം എന്ന്. ആ ഒരു തീരുമാനം എടുത്ത ശേഷവും നമുക്ക് കിട്ടുന്ന ഒരു പാഠം ഇതാണ്. ആ ഒരു തീരുമാനത്തിൽ എത്തിയ ശേഷവും വിശുദ്ധ ജോസഫ് അലസനായിരിക്കുന്നില്ല. തുറന്ന മനസ്സോടെ വീണ്ടും അന്വേഷിക്കുകയാണ്, ഇത് തന്നെയാണോ ദൈവഹിതം, ദൈവനിശ്ചയം ഇതാണോ എന്ന്. അപ്പോൾ ആ ഒരു തുറവി, പരിശുദ്ധാത്മാവിനോടുള്ള തുറവ് കാരണം ദൈവം ഇടപെട്ട് വിശുദ്ധ ജോസഫിനോട് ഒരു സ്വപ്നത്തിലൂടെ തൻ്റെ ഹിതം അറിയിച്ചു കൊടുക്കുന്നു. തൻ്റെ പദ്ധതി, തൻ്റെ നിശ്ചയം ജോസഫ് മറിയത്തെ ഉപേക്ഷിക്കുകയല്ല, ഭാര്യയായി സ്വീകരിക്കുകയാണ് വേണ്ടത് എന്ന് അറിയിച്ചു കൊടുക്കുന്നു. നമ്മുടെ ജീവിതത്തിലും ഇതാണ് നമുക്ക് പാഠമായി എടുക്കാൻ സാധിക്കുന്ന ഒരു കാര്യം. നാം എത്ര വിശുദ്ധരായിരുന്നാലും, എത്ര നീതിയുള്ളവരായിരുന്നാലും, എത്ര പ്രാർത്ഥിച്ച് ധ്യാനിച്ച് നന്നായിട്ട് വിചിന്തനം ചെയ്ത് ഒരു തീരുമാനത്തിൽ എത്തിയതാണ് ആണെങ്കിലും ഒരു വിഷയത്തിന്മേൽ ആ തീരുമാനം അവസാന തീരുമാനമാണ് എന്ന് തീരുമാനിച്ചിരിക്കാതെ, എന്ന് കരുതിയിരിക്കാതെ പരിശുദ്ധാത്മാവിനോട് തുറവുള്ളവരായിരിക്കുക. ദൈവഹിതം ഇത് തന്നെയാണോ, ദൈവനിശ്ചയം ഇത് തന്നെയാണോ എന്നുള്ള ഒരു അന്വേഷണം വീണ്ടും സൂക്ഷിക്കുക. ആ ഒരു വിഷയത്തിന്മേൽ ഒരു അവസാന തീരുമാനം ആയിക്കഴിഞ്ഞ ശേഷം, അതായത് അത് സംഭവിച്ചു കഴിഞ്ഞ ശേഷമേ നമുക്കറിയത്തുള്ളൂ ഇതായിരുന്നു ദൈവഹിതം എന്ന് ഉറപ്പിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ വിശുദ്ധ യൗസേപ്പിനോട് ദൈവം സ്വപ്നത്തിലൂടെയാണ് സംസാരിച്ചത്, തൻ്റെ ഹിതം വെളിപ്പെടുത്തിയത്. നമ്മോട് ചിലപ്പോൾ മറ്റു വ്യക്തികളിലൂടെ ആയിരിക്കാം, വേറെ ഏതെങ്കിലും ഒരു സാഹചര്യത്തിലൂടെയോ സംഭവങ്ങളിലൂടെയോ, അല്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് നിർദ്ദേശം നൽകുന്ന ആരെങ്കിലുമൂടെയോ ഏതെങ്കിലും ഒരു തരത്തിൽ ദൈവം ഇടപെട്ട് സംസാരിക്കും. അപ്പോൾ ഒരിക്കലും ഞാനെടുത്ത തീരുമാനം പ്രാർത്ഥിച്ചൊരുങ്ങിയെടുത്തതാണ്, ഇതാണ് തീരുമാനം, ഇതാണ് അന്തിമ തീരുമാനം എന്ന് പറഞ്ഞിരിക്കാൻ നമുക്ക് സാധിക്കുകയില്ല. പരിശുദ്ധാത്മാവിനോട് തുറവുള്ളവരായിരിക്കാൻ നമുക്ക് സാധിക്കും. ആത്മാർത്ഥമായി ദൈവഹിതം തന്നെ അന്വേഷിക്കുമ്പോൾ ദൈവം തീർച്ചയായും ഏതെങ്കിലും ഒരു ഉപാധി ഉപയോഗിച്ച് നമുക്ക് തൻ്റെ പദ്ധതി വെളിപ്പെടുത്തി തരും. നമ്മെ ശരിയായ ദൈവഹിതത്തിലേക്ക് നമ്മെ നയിക്കും.